ചൈനീസാണ്. ഒരു ചുവപ്പും പച്ച കളറിലൊക്കെ ആയിട്ടുള്ള ടെമ്പിൾ. മലേഷ്യയിലെ ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് നമുക്ക് പറയാം. നമ്മൾ പസർസനി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇത് ലെമൺ ടീ ഒക്കെ കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കുറച്ച് പേര് അതിലെന്തോ അതിൻ്റെ ഒരു ഇതാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലെമൺ ടീ ഒക്കെ കൂടി തന്നിട്ടുണ്ട്. പസർസനി മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹുവാങ്ചായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ടൂറിസ്റ്റ് പ്ലേസാണ് അത്. അപ്പോൾ ലെമൺ ടീ കുടിച്ചിട്ട് നമുക്ക് ഇത് യാത്ര ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പസർസനി മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, ഹുവാങ്ചായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ പസർസനിയിലുള്ളത് കേട്ടോ, മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല കാഴ്ചകൾ. ഇതൊരു ഓപ്പൺ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയേക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ പസർസനി മെട്രോ സ്റ്റേഷനിൽ അവർ പറഞ്ഞത് കുറച്ച് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റിനുള്ളിൽ ഉള്ളു യാത്ര എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണ വഴി കണ്ടതാണ് ഒരു ടെമ്പിൾ. അതായത് മലേഷ്യക്കാരതല്ല, ഇത് ചൈനീസ് ടെമ്പിളാണെന്നാണ് പറയുന്നത്. ചൈനക്കാരൻ ഈ പാമ്പും ഓരോ മൃഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ, മുകളിലൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു ക്ഷേത്രമാണിത്. ചൈനീസാണ്. ഒരു ചുവപ്പും പച്ച കളറിലൊക്കെ ആയിട്ടുള്ള ടെമ്പിൾ. ഇത് അടച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ കാഴ്ചകൾ കാണാം. ചൈനക്കാരുടെ ടെമ്പിളാണ്. അങ്ങനെ പോണ വഴി ഒരുപാട് യാത്രകൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. പിന്നെ ഇവിടെ അടുത്തൊരു ദുർഗാദേവി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു, അമ്പലമാണ്. ഒരു തമിഴ് ആളായിട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു, കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഒരു പറഞ്ഞു ഇവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രം ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. അവിടെ കൂടുതൽ തമിഴന്മാരെ ഒരു ഇതാണ്, അവരുടെ ഒരു സൈഡാണ് കേട്ടോ ശരിക്കും ഇത്. അതുകൊണ്ട് മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഒരുപാട് തമിഴന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും അവരുടേതായിട്ടുള്ളൊരു സ്ഥലം, അവരുടേതായിട്ടുള്ളൊരു ഇതൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരമ്പലം നോക്കി നിങ്ങൾ, ദുർഗാദേവി ക്ഷേത്രം. മാരിയമ്മൻ ക്ഷേത്രമാണ്. പസർസനിയിലെ മാരിയമ്മൻ ക്ഷേത്രം. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഹുവാങ്ചായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ ഈ സ്ഥലം ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അടുത്താണ് വരുന്നത്. ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, എല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കഫേ ബാറ് കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിലൊക്കെ ആയിട്ട് വരുന്നത്. നല്ലൊരു രസമുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് കയറാണ്. ഇതുകൊണ്ട് ഒരു ലേഡി ഇവിടെ ഇരിക്കണത്, ഒരു പ്രതിമ, ഒരു സ്റ്റാറ്റ്യൂ. പിന്നെ നമ്മൾ ഒരു പാലം, മരത്തിൻ്റെ ഒരു പാലൊക്കെ ആയിട്ട് പറയാം, ഒരു കവാടം. അതിലൂടെ നേരെ കയറുന്നത് ഇതിലേക്കാണ്. രസമുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതൊരു ഓപ്പൺ ബാറൊക്കെയാണ്. ഉള്ളിലേക്ക് പ്രവേശനമല്ല, നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, എവിടെ നിന്നൊക്കെ കാണാൻ പറ്റും. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. മഴയൊക്കെ പെയ്തോണ്ടേ, ചെറിയ ചെറിയ മഴയൊക്കെ
ഇവിടെ ഓരോ കഫേ ഉണ്ടോ, ബാറ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ബാറ്. ഇത് ചിലതൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒന്നുമില്ല, പ്രവേശനമില്ല. അതെ, ഇവിടെ ചിലരൊക്കെ ചായ കുടിക്കാറുണ്ട്, വെള്ളം കുടിക്കുക. നല്ല രസമുള്ളൊരു സ്ഥലം. ഇത്രേ ഉള്ളൂ. ഇത് ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് കേട്ടോ, ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മലേഷ്യയിലെ ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് നമുക്ക് പറയാം. കാരണം ചെറിയൊരു പ്ലേസാണ്, വളരെ ഫേമസ് ഒന്നല്ല. പക്ഷേ ടൂറിസ്റ്റുകാർ കുറച്ചൊക്കെ വരുന്നുണ്ട്. ആളുകൾ അറിഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു മേലക്കൊന്ന് കയറി നോക്കി നോക്കാം. ഇവിടെ സ്റ്റെപ്പ് കയറിയിട്ടേ സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ചുമർ ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ കളിക്കുന്നത്, ഒരു സ്ത്രീ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങൾ. പിന്നെ ഇതൊരു പഴയ ബാർബർ ഷോപ്പ് എന്ന രീതിക്കാണ് തോന്നുന്നുണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. ഒരു ബാർബർ ഷോപ്പിലൊക്കെ കണ്ടവിടെ കസേര ഇവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ. വങ്ഷായ് എന്നുള്ള ടൂറിസ്റ്റ് പ്ലേസിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.